Welcome to GED IAS Current Affairs Top Line. GED IAS has launched Prelims main batch targeting Civil Service Examination 2027 at affordable range only for ₹1,000 per month. One-time payment ചെയ്യുന്നവർക്ക് 2 years subscription and classes you will get for ₹5,000 only. വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 5,000 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള ക്ലാസ്സും സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നതായിരിക്കും. ക്വാളിറ്റി ക്ലാസ്സസ് അഫോർഡബിൾ റേറ്റിൽ ലഭിക്കാനായി ഇന്ന് തന്നെ GED IASൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഫസ്റ്റ് ടോപ്പിക് ഇസ് GST കൗൺസിൽ. നീതി ആയോഗ് GST കൗൺസിൽ പോലുള്ളതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ആയിക്കോട്ടെ, കോമ്പോസിഷൻ ആയിക്കോട്ടെ നന്നായി പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ GST കൗൺസിലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 279A ആൻഡ് ദ അപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓൺ GST മാറ്റേഴ്സ്. GSTക്ക് മേൽ എന്ത് ഡിസിഷൻ ഉണ്ടാക്കുന്നതും GST കൗൺസിലായിരിക്കും. കീ റോൾ എന്താണ്? റെക്കമെൻഡ്സ് GST റേറ്റ്, എക്സംഷൻ, ത്രെഷോൾഡ്സ്, മോഡൽ GST ലോസ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ സ്റ്റേറ്റ്സ് ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം. GST റേറ്റ് ഫിക്സ് ചെയ്യുക, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് എക്സംപ്റ്റഡ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം GST കൗൺസിലാണ് തീരുമാനിക്കുന്നത്. GST കൗൺസിൽ അറ്റ്ലീസ്റ്റ് വൺസ് മീറ്റ് ചെയ്തിരിക്കണം, എവറി ക്വാർട്ടറിൽ 3 മാസം കൂടുമ്പോൾ മീറ്റ് ചെയ്തിരിക്കണം. സ്പെഷ്യൽ സെഷൻസ് അർജൻറ്റ് സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ വിളിച്ചു കൂട്ടാം. കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ചെയർമാൻ? ചെയർഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. GST ആണല്ലേ, അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ അല്ലാതെ വേറെ ആരാണ് ചെയർ ചെയ്യേണ്ടത്? യൂസ് യുവർ കോമൺ സെൻസ്. വിത്ത് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് റവന്യൂ ഫിനാൻസ് ആൻഡ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേച്ചേഴ്സ് ആസ് മെമ്പേഴ്സ്. കണ്ടോ, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം ആണ് കോമ്പോസിഷൻ. വോട്ടിംഗ് യൂസസ് എ വെയ്റ്റഡ് സിസ്റ്റം. സെൻറ്റർ ഹാസ് 1/3 വോട്ട്, സ്റ്റേറ്റ്സ് 2/3. കണ്ടോ, സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ വോട്ടിൻ്റെ വെയിറ്റേജ് എത്രയാണ്? 1/3. ബാക്കി സ്റ്റേറ്റ്സിന് എല്ലാത്തിനും കൂടിയേ 2/3 വെയിറ്റേജ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു ഹാർമണിയിലാണ് പോകേണ്ടത്. സെൻട്രൽ സ്റ്റേറ്റ് ഹാർമണി, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഒരു ഹാർമണിയിലാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറേഷൻ ഒരു ഹാർമണിയിലാണ് പോകേണ്ടത്. ഒരിക്കലും ഒരു യൂണിറ്ററി ആയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മോർ പവർഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു സൈഡിലേക്ക് ബയസ് വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം, വെയിറ്റേജ് സിസ്റ്റം നോക്കിക്കേ, 1/3 സെൻട്രൽ ഗവൺമെൻറ്റിനും 2/3 എല്ലാ സ്റ്റേറ്റ്സിനും കൂടെ. അപ്പോൾ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിന് എളുപ്പമാണ് അല്ലേ, കാര്യം വെയിറ്റേജ് കൂടുതൽ അവർക്കാണ്. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാക്കാൻ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ തന്നെ വോട്ട് ധാരാളമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒപ്പോസിഷനൊന്നും അവർക്ക് യാതൊരുവിധ ബാധകവുമല്ല. സോ നമുക്ക് ഒരു ഫെഡറൽ സിസ്റ്റം വിച്ച് ഇസ് അലൈൻഡ്, അല്ലെങ്കിൽ ചെറിയൊരു സെൻട്രലൈസേഷൻ ടെൻഡൻസിലോട്ട് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അലൈൻ ചെയ്ത് പോകുന്നു എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതാം. കാര്യം ഓൾ ഇന്ത്യ സർവീസ് പോലെ GSTയും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ കൂടുതലുള്ള ഒരു കൗൺസിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫെഡറൽ സിസ്റ്റം മാറി ഒരു യൂണിറ്ററി സിസ്റ്റത്തിലോട്ട്, സെൻട്രൽ ഗവൺമെൻറ് മോർ പവർ വരുന്ന ഒരു സിസ്റ്റത്തിലോട്ട് ഒരു ചായ്വ് വരുന്ന ഒരു കൗൺസിലാണ് ഇതൊക്കെ. ഓൾ ഇന്ത്യ സിസ്റ്റം പോലെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ഗവർണേഴ്സിനെ നിയന്ത്രിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പോലെ ഇത് നമുക്ക് കോട്ട് ചെയ്യാം. GST കൗൺസിൽ പ്രൊമോട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ആ ഒരു ഹാർമണി പ്രൊമോട്ട് ചെയ്യാനാണ് GST കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ചാലും ഒരേ പ്രൊഡക്റ്റിന് ഒരേ ടാക്സും ഒരേ വിലയും, അത് ഉറപ്പാക്കാനായിട്ടാണ് ഈ ഒരു ഓൾ ഇന്ത്യ ലെവൽ GST നടപ്പിലാക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിന് രണ്ടായിട്ട് തിരിക്കാം. റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും. റെസിപ്റ്റ് മീൻസ് ഗവൺമെൻറ്റിലേക്ക് പണം വരുന്നതാണ്. ഓക്കെ, റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ റെക്കറിംഗ് ആയിട്ട് മാസാമാസം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് റവന്യൂ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ലംസം എമൗണ്ട്, ഒരു വലിയ എമൗണ്ട് ഒറ്റ തവണ വൺ ടൈം ആയിട്ട് കിട്ടുന്നതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഈ റവന്യൂ റെസിപ്റ്റ് തന്നെ ടാക്സ് ആയിട്ടും കിട്ടും, നോൺ ടാക്സ് ആയിട്ടും കിട്ടും. ഈ ടാക്സിൽ തന്നെ ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. അതിൽ ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, വെൽത്ത് ടാക്സ്. ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടാക്സ് ബേർഡൻ ആ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. GST, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ഇവയെല്ലാം ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ടാക്സ് ബേർഡൻ ആ ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ആരാണോ വാങ്ങിക്കുന്നത് അവരുടെ നിലയിലായിരിക്കും ഈ ടാക്സ് ബേർഡൻ വരിക. നെക്സ്റ്റ് ഇസ് നോൺ ടാക്സ് റവന്യൂ. നമ്മൾ അടയ്ക്കുന്ന ഫീസ്, പെനാൽറ്റീസ്, ഇൻട്രസ്റ്റ് റെസിപ്റ്റ്, ഡിവിഡൻസ്,
ഫൈൻ, ഇതെല്ലാം നോൺ ടാക്സ് റവന്യൂ ആണ്. ഇത് റവന്യൂ റെസിപ്റ്റ്. ഇനി എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് റെസിപ്റ്റ് ഉണ്ട്, അത് കടങ്ങൾ വഴി കിട്ടുന്ന ലംസം എമൗണ്ടും ഉണ്ട്, നോൺ ഡെപ്റ്റ് റെസിപ്റ്റും ഉണ്ട്. ഡെപ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ ബോറോയിങ്, കടമെടുക്കുന്ന ക്യാഷ്. ഇപ്പോൾ നമ്മൾ കടമെടുക്കുന്ന ക്യാഷ് ഒരിക്കലും നമ്മൾ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ സഹായ പദ്ധതിക്കോ ഗവൺമെൻറ് ഉപയോഗിക്കാറില്ല അല്ലേ. ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയാൻ കാരണം തന്നെ ഈ കടം എടുക്കുന്ന എമൗണ്ട് ഒരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റും ആയിരിക്കും അത്. നോൺ ഡെപ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? ഗവൺമെൻറ് ഒരു പബ്ലിക് കമ്പനിയോ ഒരു പബ്ലിക് ഒരു എൻറ്റിറ്റിയോ ഒരു പ്രൈവറ്റിന് നമ്മൾ വിൽക്കുന്നു, ഗവൺമെൻറ് കൊടുക്കുന്നു. ഇപ്പോൾ എയർപോർട്ട്സ്, അതുപോലെ സീ പോർട്ട്സ്, ഇതെല്ലാം പ്രൈവറ്റിന് കുറച്ച് വർഷത്തേക്ക് ലീസിന് കൊടുക്കുമ്പോൾ ഒരു ലംസം എമൗണ്ട് കിട്ടില്ല, അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മുടെ ഗവൺമെൻറ് കടം കൊടുത്തിരുന്ന ഒരു എമൗണ്ട് തന്നെ തിരികെ കിട്ടുകയാണ്. ഇതെല്ലാം ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ്. ഇതെല്ലാം അസറ്റ് ക്രിയേഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ അതേസമയം റവന്യൂ റെസിപ്റ്റിൽ വരുന്നതെല്ലാമാണ് ഗവൺമെൻറ് പ്രായാധിക്യമുള്ളവർക്ക് പെൻഷൻ കൊടുക്കാനായിട്ടും സാലറി കൊടുക്കാനായിട്ടും ഒക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ മാസാമാസ ചിലവുകൾ നടന്നു പോകുന്നത് റവന്യൂ റെസിപ്റ്റിൽ നിന്നാണ്. ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ ക്രിയേഷൻ, അസറ്റ് ക്രിയേഷൻ നടക്കുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റിൽ നിന്നാണ്. എപ്പോഴും ചിന്തിക്കുക, കടം വാങ്ങിച്ച് നമ്മൾ ഒരിക്കലും സഹായം ചെയ്യില്ല അല്ലേ, നമ്മളൊരു അസറ്റ് ക്രിയേഷനെ ചെയ്യുള്ളൂ. അതുപോലെ ഗവൺമെൻറ്റും കടം വാങ്ങിച്ച് അസറ്റ് ക്രിയേഷനെ ചെയ്യുള്ളൂ. അപ്പോൾ കടം വാങ്ങിക്കുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റിലേ വരുള്ളൂ. Okay, recently the 56th meeting of GST Council has approved next gen GST reform, GST 2.0, that includes rate rationalization with a simplified two-slab structure. Actually, കൺട്രിയിലുള്ള ഈ ടാക്സിൻ്റെ നൂലാമാലകൾ സിംപ്ലിഫൈ ചെയ്യാനാണ് GST വന്നത്. പക്ഷേ GST വന്നതോടെ ടാക്സിൻ്റെ നൂലാമാലകൾ ഇരട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടാക്സിൻ്റെ ഒരു ബേർഡൻ, ഈ ഒരു ടാക്സ് എന്ന സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടന്ന 56th മീറ്റിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ അപ്രൂവ് ആയിട്ടുണ്ട്. ആരാ അപ്രൂവ് ചെയ്തത്? GSTയിൽ എന്തും അപ്രൂവ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അതാണ് ടീച്ചർ ആദ്യമേ GST കൗൺസിൽ എന്താണെന്ന് പറഞ്ഞു തന്നത്. GST 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് 2017 നിലവിൽ വന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം പാർലമെന്റ് മാറ്റുന്നതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകം ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്. GSTയിൽ എന്തെല്ലാം ഉൾപ്പെടും? സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, UT GST ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് GST ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് GST മീൻസ് ഫസ്റ്റ് ഈ ഒരു GST സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യും, അത് പിന്നെ സ്റ്റേറ്റ്സിൻ്റെ ഷെയർ കൊടുക്കും. GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ആ ഒരു പ്രൊഡക്റ്റ് എവിടെയാണോ വിൽക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണോ വിറ്റ് പോകുന്നത്, ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കായിരിക്കും ആ ഒരു GST പോവുക. ഇപ്പോൾ GSTയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. 2-slab system of 5% and 18%, removing the earlier 12% and 28% rate. അപ്പോൾ അത്രയും വലിയ ഒരു റേറ്റിൽ നിന്നും ചെറിയൊരു റേറ്റിലേക്ക് GST കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സിൻ ഗുഡ്സിനെല്ലാം, അതായത് സിഗരറ്റ്, ടൊബാക്കോ അതുപോലുള്ള സിൻ ഗുഡ്സിനെല്ലാം 40% സ്പെഷ്യൽ ഡീമെറിറ്റ് റേറ്റ് ആപ്ലിക്കബിൾ ആക്കിയിരിക്കുകയാണ്. നേരത്തെ കോമ്പൻസേഷൻ സെസ് ലെവി ആയിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അത് മാറ്റിയിട്ട് പുതിയ രീതിയിൽ 40% ടാക്സ് ഈടാക്കുകയാണ്. പ്രധാനമായും ദ മീഡിയൻ ടാക്സ് റേറ്റ് ഇഫക്റ്റീവ്ലി മൂവ്സ് ഫ്രം 12% to 5%. എന്താണ് മീഡിയൻ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ഈ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ്, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത് മീഡിയൻ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ആക്ച്വൽ ടാക്സ് കുറഞ്ഞിട്ടുണ്ട്, അത്രയും മാത്രം മനസ്സിലാക്കുക. അപ്പോൾ സിറ്റിസൺസിന് കുറച്ച് റിലീഫ് കൊണ്ടുവന്നിരിക്കുകയാണിത്. FMCG or essentials 18% to 5%. ഐറ്റംസ് ലൈക്ക് ഹെയർ ഓയിൽ, സോപ്പ് ബാസ്, ഷാംപൂസ്, ടൂത്ത് പേസ്റ്റിനൊക്കെ റേറ്റ് GST കുറച്ചിട്ടുണ്ട്. ഹെൽത്ത് 18% നിന്ന് 5% ആക്കിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസും GST is exempted on all individual life and health insurance policies and their pre-insurance. അപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ഇതിന് ഒഴിവാക്കിയിട്ടുണ്ട്. Additionally 36 specific life-saving drugs move into nil rate and most other medicines move from 12 to 5. മരുന്നിൻ്റെയൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. സിമെൻറ്റിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, അതായത് 28% നിന്നത് 18% ആയിട്ടുണ്ട്. സ്മോൾ കാർസിനൊക്കെ കുറഞ്ഞിട്ടുണ്ട് വില. ആൻഡ് മോട്ടോർ സൈക്കിൾസ് അപ് ടു 350cc ഇതിനെല്ലാം വില കുറഞ്ഞിട്ടുണ്ട്. GST കുറഞ്ഞിട്ടുണ്ട്. GSTയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന എല്ലാം GST കൗൺസിലാണെങ്കിൽ GSTയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കപ്പെടുന്നത് GST അപ്പലേറ്റ് ട്രൈബ്യൂണലാണ് കേട്ടോ. GST 80 അപ്പലേറ്റ് ട്രൈബ്യൂണലുണ്ട്. എന്താണ് ട്രൈബ്യൂണൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
and it has been formally launched by the government. Registration is a simplified optional GST registration scheme is recommended for small and low risk businesses, guaranteeing automated registration. Simplified registration program ആണ്. കാര്യം നമുക്ക് ഈ ഒരു ടാക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടാനാകും. അപ്പോൾ ടാക്സ് ഡിസ്പ്യൂട്ട്സ് കുറയുമ്പോൾ തന്നെ ടാക്സ് കളക്ഷൻസും ഊർജ്ജസ്വലമാവുകയും ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രീസ് ആയാലും ബൂസ്റ്റപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ GST ട്രൈബ്യൂണൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റായിട്ട് ഈ ഒരു ടാക്സ് റിലേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ലാസ്റ്റായിട്ട് എന്താണ് ട്രൈബ്യൂണൽ എന്ന് പറയാം. ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല. ഇതൊരു 42nd അമെൻമെൻറ്റിൽ 1976 ആഡ് ചെയ്യപ്പെട്ടതാണ്. 2 തരം ട്രൈബ്യൂണൽസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഉണ്ട്, ട്രൈബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഓഫീസർ റേഞ്ചിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണ്. ആ ഒരു ആർട്ടിക്കിൾ ഏതാണ്? 323A ആണ്. ആർട്ടിക്കിൾ 323B ആണ് അതർ മാറ്റേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ട്രൈബ്യൂണലിൽ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ. വർക്ക്സ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് നോട്ട് അബൈഡിംഗ് ബൈ സിവിൽ പ്രൊസീജിയർ കോഡ്. നാച്ചുറൽ ജസ്റ്റിസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ ഫാസ്റ്റായിട്ട് നീതിന്യായ വ്യവസ്ഥയെ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പാർട്ട് ഫ്രം കോർട്ടിൽ ഇത്രയും കേസുകളില്ല. അപ്പോൾ പെട്ടെന്ന് വിധിയാവാനാണ് ട്രൈബ്യൂണൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് തന്നെയായിരിക്കും ഇതിലും ചെയർ ചെയ്യുന്നത്. ഇത് ലീഗലി ബൈൻഡിങ് ആയിരിക്കും ഈ കോർട്ട് വിധിയും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.